മദ്യനയ രൂപീകരണത്തിനുള്ള മന്ത്രിതല ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. ബാർ ഡിസ്റ്റിലറി ഉടമകളുമായി മന്ത്രി എം. പി. രാജേഷ് ഇന്ന് ചർച്ച നടത്തും. ബാർ കോഴ വിവാദവും ടൂറിസം വകുപ്പിന്റെ കൈകടത്തലും കത്തിനിൽക്കുന്നതിനിടെയാണ് മദ്യനയത്തിന് കരടൊരുങ്ങുന്നത്. വിവരങ്ങളുമായി എം. കെ. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, നമ്മൾ സൂചിപ്പിച്ച പോലെയാണ് രണ്ടാം ബാർ കോഴ എന്നുള്ളൊരു സാഹചര്യം. അത് പ്രതിപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർക്കൊരു തിരിച്ചടിയാകുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മകനെതിരെയൊക്കെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി വെച്ചൊരു ഘട്ടമുണ്ട്. എന്തായാലും മദ്യനയ രൂപീകരണത്തിനായുള്ള മന്ത്രിതല ചർച്ചകൾക്ക് തുടക്കമാകുന്നു. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതടക്കമാണല്ലോ വലിയ വിവാദത്തിലേക്ക് പോയത്. അതിനുവേണ്ടി ഒരു കോഴ എന്നൊക്കെയുള്ള രീതിയിൽ എങ്ങനെ നോക്കിക്കാണാം? മാത്രമല്ല, ഇന്നത്തെ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ലക്ഷ്മി, നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം താമസിയാതെ തന്നെ രൂപപ്പെടും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എക്സൈസ് വകുപ്പ് മന്ത്രി എം. പി. രാജേഷ് അദ്ദേഹം ഈ ബാർ ഉടമകളുമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് നടത്തുന്നത് നിയമസഭാ ഹാളിലാണ്. നിയമസഭയുടെ പ്രത്യേക മുറിയിലാണ് ചർച്ച നടത്തുന്നത്. കാരണം സഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് മന്ത്രി നിയമസഭയിലാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് ബാർ റെസ്റ്റോറൻറ്റ് ഉടമകളുമായി എക്സൈസ് മന്ത്രി നേരിട്ട് സംസാരിക്കുകയാണ്. ഇന്നലെ കള്ളുഷാപ്പ് ലൈസൻസ് ഉടമകളുമായിട്ട് ആണ് ചർച്ച നടന്നത്. പ്രധാനമായും അവർ ഉന്നയിച്ച ആവശ്യമെന്ന് പറയുന്നത് ദൂരപരിധി കുറയ്ക്കണമെന്നുള്ളതാണ്. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വിദ്യാലയങ്ങളിൽ ഇതിനോട് ചേർന്ന് 400 മീറ്റർ അകലം ആണ് ഇപ്പോഴത്തെ ഒരു ദൂരപരിധി. അത് കുറയ്ക്കണമെന്നുള്ള ആവശ്യമാണ് അവർ ശക്തമായി മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശങ്ങളെല്ലാം സർക്കാർ ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ബാർ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളുമായി ഇന്ന് മന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു. അവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അത് ഒഴിവാക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതുകൂടാതെ മദ്യശാലകൾ രാത്രി 11 മണിയോടുകൂടി അടയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അത് 12 മണിയാക്കി വർദ്ധിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളും അവർ മുമ്പിലേക്ക് വെക്കുകയാണ്. അതുകൂടാതെ എക്സൈസ് വകുപ്പിൻ്റെ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ പരിശോധനകൾ കർശനമായി ബാറുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു. അത് കുറയ്ക്കണം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം മുമ്പിലേക്ക് വെക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കാര്യത്തിൽ ഒരു നീക്കം നടത്തിയിരുന്നു. ടൂറിസം ഡയറക്ടർ തന്നെ നേരിട്ട് ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗം വിളിച്ചത് വലിയ വിവാദമായിരുന്നു. അങ്ങനെ ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിൻ്റെ അധികാരത്തിലേക്ക് കടന്നു കയറുന്നു എന്നുള്ള തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ വന്നിരുന്നു. അതിനുശേഷമാണ് അല്ലെങ്കിൽ അതിനൊപ്പം തന്നെയാണ് ബാർ ഉടമകളുടെ വാട്സാപ്പിൽ നിന്നും പണപ്പിരിവിൻ്റെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നത്. അതിന്മേലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തി വരികയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ വരെ ഈ അന്വേഷണത്തെ നേരിടുകയാണ്. അദ്ദേഹത്തെ പോലും വെള്ളിയാഴ്ച ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാർ പുതിയ മദ്യനയവുമായി മുമ്പിലേക്ക് പോകുന്നത്. എക്സൈസ് മന്ത്രി ഈ ബാർ ഉടമകളുമായി അല്ലെങ്കിൽ അസോസിയേഷൻ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തുന്നതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഡ്രൈ ഡേ ഒഴിവാക്കിയാൽ സർക്കാരിന് കൂടുതൽ വരുമാനം ലഭിക്കും എന്നുള്ള ഒരു കണ്ടെത്തൽ സർക്കാരിനുണ്ട്. എന്തായാലും വലിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട രാജ്യാന്തര സമ്മേളനങ്ങൾ ഈ 1-ാം തീയതിയിലെ അവധി മൂലം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, കേരളത്തിൽ ഗോവയിലേക്ക്, ശ്രീലങ്കയിലേക്കും ഒക്കെ മാറിപ്പോകുന്ന ഒരു പരാതി അത് എക്സൈസ് മന്ത്രി തന്നെ പറഞ്ഞതാണല്ലോ. അതുകൂടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആ വരുമാനം നഷ്ടമാകുന്നു എന്നുള്ളത് കൂടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതൊരു വലിയ വിവാദമായ സാഹചര്യത്തിൽ നമ്മൾ അതിനുവേണ്ടി കാശ് കൊടുക്കണം. കാശ് കൊടുത്താൽ മാത്രമേ നമ്മളെ എല്ലാവരും സഹായിക്കൂ എന്നൊക്കെ ഉള്ള നമുക്കറിയാം. ബാർഡമയുടെ ശബ്ദ സന്ദേശം അദ്ദേഹം തന്നെ സംഘടനയൊക്കെ തിരുത്തി പറഞ്ഞെങ്കിൽ പോലും മുന്നോട്ട് വന്ന പശ്ചാത്തലത്തിൽ ഈ ഡ്രൈ ഡേയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം സർക്കാർ എടുക്കുമെന്നാണ് നോക്കിക്കാണ്ടത്, അല്ലേ വിനോദ്? തീർച്ചയായും നമ്മളത് നോക്കിക്കാണണം. കാരണം ഇക്കാര്യത്തിൽ ബാർ ഉടമകളുടെ ശക്തമായ സമ്മർദ്ദമുണ്ട്. അത് LDF ആയാലും UDF ആയാലും ഈ സർക്കാരിൻ്റെ മദ്യനയത്തെ തീരുമാനിക്കാനുള്ള വലിയൊരു പ്രേരക ശക്തി എന്ന് പറയുന്നത് മദ്യ മുതലാളിമാർ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ മുമ്പിലേക്ക് വെക്കുന്ന ആവശ്യങ്ങൾക്ക് മുമ്പിൽ സർക്കാർ വഴങ്ങുന്നത്. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അത് സർക്കാരിൻ്റെ നയമായി വരുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ അഴിമതി ആരോപണം ഉയരും, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനകളും പുറത്തു വരും. കാരണം സർക്കാർ പറയുന്നത് ഈ ഡ്രൈ ഡേ കാരണം സംസ്ഥാനത്തെ ടൂറിസം മേഖലയിൽ വലിയ വളർച്ച വരുന്നില്ല, അവിടെ വരുമാനം നഷ്ടപ്പെടുന്നു. എല്ലാ മാസവും 1-ാം തീയതി മദ്യം ലഭിക്കാത്തതിനാൽ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല, അവർ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, മറ്റിടങ്ങളിലേക്ക് പോകുന്നു, നമ്മുടെ ടൂറിസം സാധ്യതകൾ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കുക, നമ്മളുടെ വരുമാനം വർദ്ധിപ്പിക്കുക, കൂടുതൽ വിനോദസഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുക, ഇതിനുവേണ്ടി ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പുതിയ മദ്യനയത്തിൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ള കാര്യമാണ് വലിയ വിവാദത്തിലേക്ക് പോകുന്നത്. ഇത് ബാർ ഉടമകളുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഇതിനുവേണ്ടി ഈ ഡ്രൈ ഡേ മാറ്റാൻ, സർക്കാരിൻ്റെ പുതിയ മദ്യനയം രൂപപ്പെടുത്താൻ
പണം കോടിക്കണക്കിന് രൂപ പണപ്പിരിവ് നടത്തുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു. അതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ അതേ വഴിക്ക് തന്നെയാണ് സർക്കാർ ഇപ്പോൾ നീങ്ങുന്നതും. വീണ്ടും ബാർ ഉടമകളുമായി സംസാരിച്ച് ടൂറിസം സാധ്യതകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം, സർക്കാരിന് വരുമാനം എങ്ങനെ കൂട്ടാം തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ അഴിമതി ആരോപണങ്ങൾ വളരെ ശക്തമാണ്. ഈ ഒരു ആരോപണങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ എങ്ങനെ സർക്കാർ ഇത് മദ്യനയത്തിൽ ഉൾപ്പെടുത്തുമെന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഈ വിവാദങ്ങൾ ഒഴിയുന്നില്ല. ബാർ കോഴ വിവാദം UDF പോലെ തന്നെ LDF പിന്തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലക്ഷ്മി. Yes.